തൻ്റെ രക്തം മറുപടിയായി കൊടുത്ത, തൻ്റെ അത്ഭുതം കണ്ണാൽ കണ്ട, തൻ്റെ പിന്നാലെ സഞ്ചരിച്ച, അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ടവർ, ഇന്നലെയും അത്ഭുതം കണ്ടവർ, കഴിഞ്ഞ ദിവസവും അത്ഭുതം കണ്ടവർ, അവർ പിന്മാറിപ്പോകുമോ എന്നൊരു ഭയം, ഒരു ചിന്ത കർത്താവിനെ ഭരിച്ചു. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്നും കർത്താവിനെ വേദപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ, എബ്രായ ലേഖനം പൗലോസ് എഴുതി പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ വായിക്കാൻ മറന്നുപോകുന്ന, വിട്ടുപോകുന്നൊരു അധ്യായമുണ്ട്. 6-ാമത്തെ അധ്യായം. അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്: നിങ്ങൾ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നുവോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സകലതും തന്നതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ പിന്നെയും പിന്നെയും എന്നെ ക്രൂശിക്കുന്നത്? പണത്തിന്റെ പേരിൽ, വാക്കുവാദത്തിന്റെ പേരിൽ, അക്ഷരത്തിന്റെ പേരിൽ, ഭാഷാ ശൈലിയുടെ പേരിൽ, സകലത്തിന്റെയും പേരിലും നിങ്ങൾ പിന്നെയും എന്നെ ക്രൂശിക്കുന്നു. ഇന്ന് രാത്രി അധ്യായം മറന്നു പോകരുത്. അതെ, കർത്താവിന്റെ പങ്കപ്പാടുകൾ ഈ പുസ്തകത്തിൽ കൂടെ നമ്മൾ തിരിച്ചറിയണം. മാത്രവുമല്ല, അതിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് നിൽക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവജനത്തെ കർത്താവ് തിരഞ്ഞു പിടിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പൊന്നു ദൈവ പൈതലേ, എന്നെക്കാൾ ശ്രേഷ്ഠന്മാരാ നിങ്ങൾ എന്ന് രാത്രി ഒരു കാര്യം ബഹുമാനത്തോടും ഭയത്തോടും പറയട്ടെ: എന്തും വരും, അതേപോലെ അങ്ങ് പോകും. പക്ഷേ ആത്മാവ് പ്രാപിച്ചവനെ ഒരിടത്തും ഒരു കാലഘട്ടത്തിലും ആർക്കും ഒതുക്കാൻ കഴിയില്ല. അവൻ തീക്കക്ഷണമാണ്, അവൻ കത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇനി എന്തുമാത്രം പ്രയാസങ്ങളേറി വന്നാലും, കാലഘട്ടങ്ങളും കാലഗതികളും അതിൻ്റെതായ നിലയിൽ മുൻപിലോട്ട് കടന്നുപോയാലും, ഇന്ന് രാത്രി ജനം മറന്നു പോകരുത്: വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ നിന്നെ വിട്ടു പോകത്തില്ല. നീയും ഞാനും പലപ്പോഴും പലതിൻ്റെയും പേരിൽ വിട്ടുപോകുമ്പോഴും നമ്മുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി മറന്നു പോകരുത്. തിബിരിയാസ് എന്ന കടലിന്റെ കരയ്ക്കകത്ത് യേശു വന്ന് നിൽപ്പുണ്ട്, പ്രത്യക്ഷമാകുന്നുണ്ട്. അവരോട് മുൻപേ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രത്യക്ഷനാകും, പോയി പറഞ്ഞേക്ക്. അപ്പോഴാണ് ഒരു മനുഷ്യന് സംശയം. ഇന്നും സംശയമുള്ളവരുണ്ട്. തോമസ് പറയുക, അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ, എവിടെയാ അതിന്റെ വിലാപ്പുറം? ഞാൻ ഒന്ന് വിരലിട്ട് നോക്കട്ടെ. എവിടെയാ അതിന്റെ വിലാപ്പുറം? ഞാൻ ഒന്ന് വിരൽ കടത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ് തോമസ്. സംശയത്തിന്റെ സീൻ നീ ക്രിയേറ്റ് ചെയ്യണ്ട. ദൈവവചനത്തിന്റെ മാർമിക സത്യങ്ങളെ പഠിപ്പാൻ ഈ കാലഘട്ടങ്ങളിൽ ഒരു ഗുരുവിന്റെ കാൽപാദത്തിൽ ശിഷ്യൻ അമർന്നിരിക്കുന്നത് പോലെ, ഒരു രാജാവിന്റെ മാറ തരക്ക ചമർന്നു കിടക്കുന്നത് പോലെ, ഇന്ന് രാത്രി നീ അമർന്നിരിപ്പാൻ തയ്യാറാണെങ്കിൽ ഒരു ഗുരു ശിക്ഷ ബന്ധമല്ല, അപ്പൻ മകൻ, അപ്പൻ മകൾ എന്ന ബന്ധത്തിൽ നിന്നോട് ഇടപെടുന്ന ഒരു പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന കുടുംബത്തിനകത്ത് നെടുകയും കുറുകയും ഉലാവുന്നുണ്ട്. കുടുംബത്തിന് വലിപ്പം നോക്കിയല്ല, ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച നിന്നെ നോക്കിയ ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ആമേൻ, ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്ന് വായിച്ചേ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വേഗത്തിൽ. 3:1. സ്തോത്രം. 3:1. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലൂക്കാ 3:1. തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യ ത്രക്കോസ് നിർത്തി ദേശങ്ങളിലും
ലുസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും. മതി. തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാ. വാഴ്ച നടക്കട്ടെ, വാഴ്ച നടക്കണം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അപ്പുറം പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിനക്കെതിരെ എവിടെയെങ്കിലും മാർക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ മാർക്കിനെ തിരുത്തി എഴുതുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നേക്കൊരു 30 വർഷം മുൻപ് എല്ലാവരും പറയും ഒരു ചാണ് വയറിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. ഇന്നത് പറയാറില്ലല്ലോ. കാരണം എന്തെന്നറിയാമോ? ഇന്ന് 5-8 ചാണായി പോയി വയറ്. അതുകൊണ്ട് ഇപ്പൊ ആ വാക്ക് പറയാറില്ലല്ലോ. വാഴ്ചകളും കാലങ്ങളും കാലഘട്ടങ്ങളും കാലാംശങ്ങളും കാളവണ്ടി ചക്രം പോലെ കറങ്ങി മാറുമ്പോ ഈ രാത്രി ചിന്തിക്കണം. വാഴ്ച വരണം, അധികാരങ്ങൾ വരണം. അധികാരത്തിന് കീഴിലിരിക്കുന്നവൻ, അധികാര സ്ഥാനങ്ങൾക്ക് ആഗ്രഹിക്കുന്നവൻ, അധികാരത്തിന് വേണ്ടി മുൻപിലോട്ട് പോകുന്നവൻ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. നോയിക്കേ, ഈ വാഴ്ചയുടെ നടുവിലും ഹേരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ്, കണ്ടോ, ഗലീല എന്ന കടപ്പുറത്ത് അഥവാ തിബിരിയാസ് എന്ന കടപ്പുറത്ത് യേശു കർത്താവിന്റെ കാൽപാദം ഒന്ന് ഊന്നുമ്പോൾ മറന്നുപോകരുത്. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, മത്തായി 27:2, ലൂക്ക 2:2, ലൂക്ക 3:19, 8:3, 9:7, 8:13, 31, 23:7, മത്തായി 14:1, അപ്പോസ്തലപ്രവൃത്തി 4:27, 13:1, മാർക്കോസ് 6:14. നിങ്ങൾ വായിച്ചു നോക്ക്. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി, തനിക്കു വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് പറയാൻ ഒന്നേ ഉള്ളൂ: വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. കാരണം നിന്റെ ശിരസിലോടുന്നത് എന്റെ രക്തമാണ്. അതുകൊണ്ട് അതിന് വില പറയാൻ ഈ ഭൂപരപ്പിൽ ഒരു മനുഷ്യരെയും ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല എന്ന് 36-ാമത്തെ അത്ഭുതം ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തിബിരിയാസ് കടക്കരയിൽ നിന്ന് ചോദിക്കുക, കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി കഴിപ്പാൻ വല്ലതുണ്ടോ? ഈ രാത്രി ഒരു കാര്യം പറയട്ടെ. പണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ കേട്ട ഒരു സ്വരമാണ് കുഞ്ഞുങ്ങളെ. അന്നൊക്കെ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് പെണ്ണെ എന്നാണ്. ഇപ്പോ തങ്കമ്മേന്റെ പെണ്ണേന്ന് വിളിക്കുമെന്ന് നമുക്കറിയത്തില്ല. പണ്ടൊക്കെ പെണ്ണേന്ന് വിളിക്കും, കുഞ്ഞെന്ന് വിളിക്കും, കുട്ടിയെന്ന് വിളിക്കും, ഇങ്ങോട്ട് വന്നേ എന്ന് പറയും. ഇതൊക്കെ പണ്ടത്തെ ഭാഷയായിരുന്നു. അങ്ങനെ ആമേൻ വരുന്ന വഴിയില് ഈ വിളിച്ചാ കേൾക്കുന്ന ദൂരത്ത് നിന്നിട്ട് പറയും, കുഞ്ഞേ കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഞാൻ വരുവാ. മീൻകറി ചൂടാണെങ്കിൽ ഒന്ന് തണുപ്പിച്ചു വെച്ചേ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ആ മുള്ളൂടെ എടുത്ത് വെച്ചോ. കാരണം വിശപ്പ് അധികമാണ്. വിശപ്പ് കൊണ്ട് വയറിലൊരു ആന്തല്. അതെന്തുകൊണ്ട് ആന്തല്? എത്ര തിന്നാലും ആന്തല. അതല്ലേ ഒരു ചാൺ വയറെല്ലാം മാറി 5-8 ചാണായത്. ഒരു ആന്തലുണ്ടായിരുന്നു. അതാ ചോദിച്ച കുഞ്ഞുങ്ങൾ വല്ലതും കഴിക്കാനുണ്ടോ? രാവും പകലും അധ്വാനിച്ചു. പക്ഷെ നിന്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് സമയമില്ലാതായിപ്പോയി. അതുകൊണ്ട് പടക് ശൂന്യമാണ്. ഇന്ന് രാത്രി നിറയ്ക്കാൻ ദൈവം ശക്തനാ. കേൾക്കണോ? ഒരു അതിശയകരമായ ഒരു മീൻപിടുത്തമാണ് 36-ാമത്തെ അത്ഭുതത്തിൽ. അതിശയകരമായ ഒരു മീൻപിടുത്തം. ഇതുവരെ തിബിരിയാസ് കടൽക്കരയിലും ഗലീലായിലും ഒരു രാജാക്കന്മാരും കാണാത്ത നിലയിൽ ഒരു മീൻപിടുത്തം അവിടെ സംഭവിച്ചു. കാരണം ഉയർത്തെഴുന്നേറ്റ് സകല അധികാരവും പ്രാപിച്ച് ഒരുത്തൻ വന്ന് നിയോഗത്തോടെ നിപ്പുണ്ട്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ഒരുത്തൻ നിയോഗത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ
അതിനകത്തടിസ്ഥാനമിട്ടിരിക്കുന്ന സകല പൈശാചിക കോട്ടകളെയും എടുത്തുമാറ്റാൻ ഒരുത്തൻ നിയോഗം പ്രാപിച്ചെന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ കയറി വന്നിട്ടുണ്ട്. ആരും ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയെ പോലെ ഒരുത്തൻ തിബിരിയാസ് എന്ന കടൽക്കരയിലേക്ക് പ്രഖ്യാപിച്ചു വന്ന് നിൽക്കുകയാ. എനിക്കിന്ന് രാത്രി വിശപ്പുണ്ട്, തരാൻ നിനക്ക് വല്ലതുമുണ്ടോ? ഒന്നുമില്ല. പറയാൻ പറ്റുമോ? എല്ലാം ഏതൊക്കെ ഭാഗത്ത് പരിശോധിച്ചാലും ഒന്നുമില്ലാതിരിക്കുമ്പോൾ, എല്ലായിടത്തും ശൂന്യമായിരിക്കുമ്പോൾ, എവിടെയെല്ലാം ഞാൻ ആശ്രയിക്കുമോ അവിടെയെല്ലാം കരങ്ങൾ പിന്നിലോട്ട് വലിക്കുമ്പോൾ, ഇന്ന് രാത്രി വലിക്കാത്തൊരു കരവുമായി, തുളയ്ക്കപ്പെട്ടൊരു കരവുമായി, വിലാപ്പുറം കുത്തി തുറന്നും നിനക്ക് വേണ്ടി തലയിൽ മുൾക്കിരീടധാരിയായി, ആമേ സ്തോത്രം, സൗന്ദര്യം നഷ്ടപ്പെട്ടവനായിട്ടല്ല വന്നു നിൽക്കുന്നത്. ബഹു സൗന്ദര്യത്തോടെ 1000 സൂര്യൻ ഒന്നിച്ചുദിച്ചാലും അടുത്തുകൂടാത്ത പ്രകാശത്തിലേക്ക് പരത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരുത്തൻ തിബിരിയാസ് എന്ന കടൽക്കരയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ചോദിക്കുക, നിന്റെ മുഖം എന്താ വിളറിയിരിക്കുന്നത്? ഇന്നൊന്നും കിട്ടിയിട്ടില്ലേ? നീ ഒന്നും കഴിച്ചില്ലേ? ആമ ഇന്ന് രാത്രി നിന്റെ ചോദിക്കുക, നിന്റെ മുഖം എന്താ വേദിച്ചിരിക്കുന്നത്? എന്താ നിന്റെ ഭാരം? പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ നിന്റെ ഭാരം? ഭാരത്തെ മാറ്റാൻ ഒരുത്തൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേ ദൈവത്തിന്റെ കുഞ്ഞെ, ഈ പകൽക്കാലം നീ കേൾക്കാതെ പോകരുത്. ആമേ സൗന്ദര്യം നഷ്ടപ്പെട്ടവനായിട്ടല്ല വന്ന് നിൽക്കുന്നത്. ആമേൻ, 1000 സൂര്യഗോളം ഒന്നിച്ചുദിച്ചാലും ആമേ സ്തോത്രം, ആ വർണ്ണിപ്പാൻ കഴിയാത്ത മുഖത്തെ പ്രകാശവുമായി ഒരുത്തൻ തിബിരിയാസ് കടൽക്കരയില് വന്ന് നിൽപ്പുണ്ട്. നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ, ഒഴിഞ്ഞിരിക്കുന്ന പടകുകളെ നിറയ്ക്കുവാൻ, ഇന്നലെ മാത്രമല്ല എന്നേക്കും അതിന്റെ കഷ്ടതകൾ മാറാൻ പോകുന്നു. നിന്റെ വേദനകൾക്ക് വിരാമം കുറിക്കുന്ന, നിന്റെ സങ്കടങ്ങൾ മാറ്റുന്ന, ആരും കാണാതെ കരയുന്ന, ആരും കാണാതെ പിറുപിറുക്കുന്ന നിന്റെ ഭാവി സംബന്ധമായ വിഷയത്തിന് ഇന്ന് രാത്രി തീരുമാനം ഉറപ്പായി കഴിഞ്ഞു. ഒരുത്തൻ യുഗം പ്രാപിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിലേക്ക്, നിന്റെ ദേശത്തിലേക്ക് നടന്നു വന്നിട്ടുണ്ട്. ആ യേശുവിനെ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്നേ. നിങ്ങൾ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ചിരിച്ചുകൊണ്ടിരുന്നാട്ടെ, കേൾക്കാമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വായൊക്കെ ഒന്ന് അനങ്ങട്ടെ, സ്വോത്രമൊക്കെ പുറത്തു വരട്ടെ, ആ വായളെ കെട്ടൊക്കെ ഒന്ന് പൊട്ടട്ടെ ഇന്ന് രാത്രി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്തോത്രം മീറ്റിംഗ് കഴിഞ്ഞ് കടന്നു വരുമ്പോൾ, ശനിയാഴ്ച എനിക്ക് തോന്നുന്നു ഒരു 5:30 മണിയായിട്ടുണ്ട്. ഒരു കൂട്ട നിലവിളിയേക്കുന്നു. ഞാൻ വിചാരിച്ച് നോക്കിയപ്പോൾ പ്ലാവ് മുളക് ചക്ക നിൽപ്പുണ്ട്. ആമേൻ. അടുത്ത അതിന്റെ പ്ലാവിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് ആ പ്ലാവിനോട് ചക്കയായിരിക്കും, നല്ല കറയായിട്ടിരിക്കുന്ന ചക്കകളെ കൊണ്ട് ഇങ്ങനെ ആമേൻ ഇങ്ങനെ വഴി വെച്ച് ഞാൻ ചക്ക ഇങ്ങനെ വില കേൾക്കാൻ വേണ്ടുന്നപ്പോൾ ഭയങ്കര നിലവിളി കേൾക്കുന്നു. ഞാൻ വിചാരിച്ച് ചക്ക വീണ് ഇനി ആരും തട്ടിപ്പോയോ? അപ്പോഴാണ് പുള്ളി പറയുന്നത്, സാറേ അതൊന്നും അല്ല, പ്രൈസ് ദി ലോർഡ്, അതൊന്നും അല്ല വിഷയം. അവിടെ കുടുംബശ്രീ അടക്കുക. കുടുംബശ്രീ അടക്കുക. അവിടെ ഒരാള് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം. ആ ആളിനെ കൊണ്ട് 10 പ്രാവശ്യം ഉറക്കെ വിളിക്കാൻ പറയുന്നു. ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിടികിട്ടിയല്ലേ? വിട്ടുകളയരുത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ ശത്രു ആ നിലയിൽ പല പദ്ധതികളെ ഒരുക്കി ആരാധന സമയത്ത് ആരാധിക്കേണ്ട വ്യക്തികളെ പിടിച്ചുകൊണ്ട് 100, 200, 250 പേരായി ആമേൻ വന്ന് കൂടിയിരിക്കുന്ന അവർക്കൊരു നാണക്കേടുമില്ല. ഇനി 1000 പേരല്ലേ, ഇനി സൂപ്പറുണ്ട് നിന്നാലും അവർ പ്രസംഗിക്കും, ഒരു കുഴപ്പമില്ല. പോണ പോക്ക് കാണണം കേട്ടോ. നല്ല പട്ട് സാരി കൊടുത്ത് എങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരുങ്ങി, നല്ല പുതിയ ബാഗ്, പോകാൻ വേണ്ടി പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, പുതിയ ചെരുപ്പ്, ഇതെല്ലാം ഇട്ട് നല്ല നീറ്റാറ്റ് ഒരുങ്ങി അവിടെ പോയിരിക്കും. അതെ, ഈ പുതുക്കലിന് വരുന്ന സമയത്ത് അവർക്കെല്ലാം ഒരേ ഡ്രസ്സാ. ഇവിടെ പാസ്റ്റർ പറയണ കത്രുമേശയുണ്ട്, നിങ്ങളെല്ലാവരും വെള്ള ഇടണം. ഈ പാസ്റ്റർ എന്താ ഇപ്പോഴും 87? എനിക്കത് മനസ്സിലായില്ല. ഇപ്പോഴും 87? ഞാൻ ചോദിച്ചു മീറ്റിംഗ് കഴിഞ്ഞ്, ഞാൻ ചോദിച്ചു പാസ്റ്റർ എന്താ 87? അതറിയില്ലേ? 87 കാലഘട്ടങ്ങളില് അന്നത്തെ പാസ്റ്റർമാര് വെള്ളയും
അതാണ് ഇന്നത്തെ വിശ്വാസി ചോദിച്ച ന്യൂ ജനറേഷൻ ചോദിച്ചത് 87 ഈ കോഡൊക്കെ നമുക്കറിയില്ല അപ്പനെ. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. എന്നാൽ ഒരു വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കാൻ അഭിഷക്തൻ ഒരു കത്രുമേശ വയ്ക്കുമ്പോ പോലും തലയിൽ ഇപ്പൊ കറുപ്പിട്ട എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ അതിനൊന്നും ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. കാരണം ഞാൻ കറുപ്പായിടുന്നേ. സ്തോത്രം. അതിലൊന്നും ഞാൻ പോകാറില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ദൈവസന്നിധിയിൽ പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ മാത്രം ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റു കാര്യത്തിലില്ല, കറക്റ്റാ. സ്തോത്രം. ചിലർ പോകുന്ന കാണുന്നുണ്ട്. ആമേൻ. സ്തോത്രം. എന്നാൽ ഇത് യേശു വന്ന് നിന്നപ്പോ തിബിരിയാസിന്റെ അടിത്തറ അങ്ങ് ഇളകി. സ്തോത്രം. ഇന്ന് രാത്രി യേശു അവിടെ വന്ന് നിൽക്കുക. കണ്ടോ 5-ാമത്തെ വാക്യം. അവിടെ 5-ാമത്തെ നമ്മൾ ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിച്ചല്ലോ. അവിടെ 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യോഹന്നാന്റെ പ്രസംഗമാണ് അവിടെ കാണുന്നത്. തകർത്തൊരു പ്രസംഗം. പ്രസംഗത്തിൽ കൂടെ ദൈവം അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം. തിബിരിയാസിൽ ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ യോഹന്നാനിൽ കൂടെ അവിടെ സംഭവിക്കുകയാണ്. ഈ പ്രസംഗത്തിന്റെ അതിന്റെ മൂർത്തിന്യാവസ്ഥയിലേക്ക് വന്നപ്പോ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. സ്തോത്രം. എന്താ ഒരുക്കേണ്ടത്? കർത്താവിന്റെ വഴി ഒരുക്കണം. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിന് ചിലത് വരാൻ, ചില വാതിൽ തുറക്കാൻ, ചിലത് കൊണ്ടുവരുവാൻ, ചിലത് ഒരുക്കി വയ്ക്കാൻ, ഈ ദിവസങ്ങളിൽ തയ്യാറാക്കാൻ ചില പ്രവാചകന്മാർ ദേശത്തിൽ എണീക്കട്ടെ. സ്തോത്രം. സഭയിൽ എണീക്കട്ടെ പ്രവാചകന്മാർ. ആമേൻ. നിങ്ങളുടെ ദേശത്തിൽ സുവിശേഷകന്മാർ എണീക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തികളും സുവിശേഷത്തിന് വേണ്ടി എണീക്കട്ടെ. സുവിശേഷം വിളിച്ചു പറയുവാൻ 5-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലും ഇവിടെ വായിച്ചതുപോലെ അവൻ യോർദാൻ അക്കരെയുള്ള നാടിലൊക്കെയും വന്ന് പാപമോചനത്തിനുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടങ്ങളിൽ അവന് ദൈവം ഏൽപ്പിച്ചത് പ്രസംഗിപ്പാനായി അവൻ തയ്യാറായപ്പോൾ അവന്റെ തലയ്ക്ക് വില പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ ആത്മാവിൽ ആത്മീയത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി വിലപേശുന്ന ഒരു കൂട്ടം പേരുണ്ട്. അതൊന്നും മറന്നു പോകരുത്. പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്നെ തകർക്കുവാനും നിന്നെ പിടിച്ച് മാറ്റി നിർത്തുവാനും ഒരു കൂട്ടം പേർ മുമ്പിലോട്ട് വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇതാ. സ്തോത്രം. ഇന്ന് രാത്രി അവനെ ഏൽപ്പിച്ചത് അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുകയാണ്. കേൾക്കൂ. ഈ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു കഴിയുമ്പോൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ സ്നാനം. തങ്ങമേണ്ടി 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു. 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. നോക്കിക്കേ. 4-ന്റെ 1, 2, 3, 4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. കേൾക്കണമേ. 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭയങ്കര പരീക്ഷയും യേശുവിന്റെ സ്നാനമൊക്കെ കഴിഞ്ഞ് യേശു യോർദാൻ വിടുമ്പോ, സ്തോത്രം, ഈ യോർദാന്റെ അകത്തളങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ഇന്ന് രാത്രി യോർദാൻ യേശു വിട്ടു, പക്ഷെ യോർദാന്റെ ശക്തിയൊന്നും യേശുവിനെ വിട്ടിട്ടില്ല. ശ്രദ്ധിക്കണം. സ്നാനമേറ്റ ഉടൻ യേശുവിനെ നടത്തിയത് എങ്ങോട്ടെന്നറിയാമോ? എങ്ങോട്ട് നടത്തിയെന്നറിയാമോ? മരുഭൂമിയിലേക്കല്ല, വനാന്തരങ്ങളിലേക്ക്. ആമേൻ. വനാന്തരങ്ങളിൽ താൻ 40 ദിവസം വനാന്തരത്തിൽ ഉപവസിപ്പാനിടയായി. ഉപവാസം എന്ന് പറഞ്ഞാൽ വനാന്തരമാണ്. ആരുമില്ല, ഒരാൾ പോലും താങ്ങാൻ കാണത്തില്ല.
ഒരാൾ പോലും അടുത്തിരുന്ന് ഉല്ലാസ് വെള്ളം എടുത്തരാൻ കാണത്തില്ല. യേശുവിന്റെ ഉപവാസം അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഉപവസിക്കുന്ന കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യം ചിന്തിക്ക്. ഉപവസിക്കുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും, പക്ഷേ നിന്റെ ചുറ്റും വളയുന്ന സാത്താന്യ ശക്തികൾ ഉണ്ടാകും. ആമേൻ. അവൻ നിന്നെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അനേക ചിന്തകൾ കൊണ്ടിടും. കണ്ടോ, യേശു കർത്താവിനെ പല നിലയിൽ പരീക്ഷിപ്പാനായി അവിടെ പല തലത്തിൽ കൂടെയൊക്കെ സാത്താൻ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പോരടിക്കാൻ തുടങ്ങി. സ്തോത്രം. 4-ാം അധ്യായം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ലൂക്കായുടെ സുവിശേഷം 4:1 മുതൽ 13 വരെ വായിക്കുമ്പോഴും, ആമേൻ മത്തായി 4:1 മുതൽ 11 വരെ വായിക്കുമ്പോഴും, ആമേൻ മാർക്കോസിന്റെ സുവിശേഷം 1:12 മുതൽ 13 വരെ നമ്മൾ വായിക്കുമ്പോഴും ആമേൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആമേൻ ലൂക്കാ 4:18, 3:22, ആമേൻ യോഹന്നാൻ 1:33, 3:34, അപ്പോസ്തലപ്രവൃത്തി 10:38 നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തും ദൈവത്തിന്റെ പ്രവൃത്തി, അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഇന്ന് രാത്രി ദൈവപൈതലേ, നിന്നൊരു അപ്പോസ്തലനാക്കാൻ, നിന്നൊരു സുവിശേഷകനാക്കാൻ, നിന്നൊരു പ്രവാചകിയാക്കാൻ ഇന്ന് രാത്രി ഈന്തപ്പനയുടെ ചുവട്ടിലിരുന്ന ദബോര എന്ന സഹോദരിയെ സ്തോത്രം, അവളെ പ്രവാചകിയാക്കാൻ തമ്പുരാന് കഴിഞ്ഞുവെങ്കിൽ, സകല ഇസ്രായേലും അവളുടെ മുമ്പിൽ മുട്ടുമടക്കിയെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്നെ ഒരു പ്രവാചിയാക്കാൻ തമ്പുരാൻ നിന്റെ പുറകെ നടപ്പുണ്ട്. നമ്മൾ പിടികൊടുക്കുന്നില്ല. ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലർ നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും, അപ്പോസ്തലപ്രവൃത്തി 6:5 പഠിക്കുമ്പോഴും, സ്തോത്രം, ലൂക്കാ 3 മുതൽ 21 വരെ നമ്മൾ പഠിക്കുമ്പോഴും, സ്തോത്രം, ലൂക്കാ 2:27 നമ്മൾ വായിക്കുമ്പോഴും ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവജനം അതിൻ്റെതായ നിലയിൽ അതിൻ്റെതായ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് ലൂക്കാ 2:27 ആവർത്തന പുസ്തകം 9:9 മുതൽ 18 വരെയും, സ്തോത്രം, 1 രാജ 19:8, എബ്രായ ലേഖനം 2:18, 4:15 ചേർത്ത് പഠിക്കുമ്പോ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, യോഹന്നാൻ സുവിശേഷം 4:6, 7 വാക്യം നമ്മൾ പഠിക്കുമ്പോഴും, മത്തായി സുവിശേഷം 14:33 പഠിക്കുമ്പോഴും, ലൂക്കാ 3:8, ആവർത്തനം 8:3, യോഹന്നാൻ 4:34 നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ച ദൈവപൈതലേ, അപ്പോസ്തലപ്രവർത്തന പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം എടുത്തെങ്കിൽ ഒരു വാക്കൊന്ന് വായിച്ചേ. 10:38 ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ശബനപരഗതനാ നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് രാത്രി നിന്റെ പ്രസംഗത്തിന്റെ അകത്തളങ്ങളിലേക്ക് നീ ഇറങ്ങി വരുമ്പോൾ ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിൽ നിറവിൽ സഞ്ചരിക്കണം, പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കണം, പരിശുദ്ധാത്മാവിൽ പാടണം, പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം, പരിശുദ്ധാത്മാവിൽ നടക്കണം, പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവിൽ ജോലികൾ ചെയ്യണം, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കണം, പരിശുദ്ധാത്മാവിൽ ഡ്രൈവ് ചെയ്യണം, പരിശുദ്ധാത്മാവിൽ ഉറക്കം പ്രഖ്യാപിക്കാൻ അധികാരം പ്രാപിച്ച ദൈവമേ, ഇന്ന് രാത്രി നീ പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുക. പരിശുദ്ധാത്മാവുള്ളവന്റെ കൂടെ സാത്താൻ പിറകേ ഉണ്ട്. ആമേൻ, ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവ് എങ്ങനെ തിരിച്ചറിയാമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ. വലിയ ബഹളമൊന്നും കാണിക്കത്തില്ല. സഹോദരിമാരുള്ളവർക്കറിയാം,
ചിലരൊക്കെ അള്ളിക്കളയും. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഇങ്ങനെ മാന്തല്ല. അത് ഈ മാന്തൽ ഉള്ള പരിപാടിയുണ്ട്. മാന്തൽ മീനല്ല കേട്ടോ. ചിലർ പല്ലി അടിക്കും ഇങ്ങനെ. പരിശുദ്ധാത്മ പ്രാപിച്ചവരാ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് പരിശുദ്ധാത്മാവല്ല, ഇത് ഭൂതാത്മാവാ. ദേഷ്യം വരുമ്പോൾ പല്ലി അടിക്കും. ചില തുറിച്ച് നോക്കും, തുറിച്ച്. ഇതൊന്നും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനെ കാണുമ്പോൾ അറിയാം. അടുത്ത് നിൽക്കുന്നവനെ താങ്ങാൻ, സ്തോത്രം, അവരെ എങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവരാം, അവനെ എങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ഒരു ചുമര് അവനെ ഏൽപ്പിക്കാൻ പറ്റും, എങ്ങനെ അവനെ സഹായിക്കാം, എങ്ങനെ അവനെ ആത്മീയത്തിൽ ഉറപ്പിച്ചു നിർത്താം. ഇന്ന് രാത്രി ദൈവ പൈതലെ എങ്ങനെ സഹായിക്കാൻ പറ്റും, എങ്ങനെ അവനെ ആദരിക്കാൻ പറ്റും, എങ്ങനെ അവനെ ഒന്ന് താങ്ങാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരുത്തനെ പൊക്കിയെടുക്കണമെങ്കിൽ ഇന്ന് രാത്രി ചിലത് പ്രാപിച്ചു മടങ്ങണം. ഹല്ലേലൂയ. പ്രാപിച്ചു മടങ്ങാൻ. ഹല്ലേലൂയ. ഈ അത്ഭുതം 36ാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ തീർന്നില്ല കേട്ടോ. എന്നാൽ 5ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അടുത്തൊരു തടാകമുണ്ട്. ഏത് തടാകം എന്നറിയാമോ? ഗന്നസര തടാകം. അവിടെ യേശു അവിടെ വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പടകിൽ നിന്ന് താഴെ ഒരു ചാട്ടം. ഇന്ന് രാത്രി ലൂക്കായുടെ സുവിശേഷം 1ാമത്തെ അധ്യായം വിട്ട് 2, 3, 4, 5 തുടങ്ങി 7, 8, 9 തീർന്നില്ല. ആമേൻ. 20, 21, 22, 23, 24 തിരിച്ചു പഠിക്കണം. 18, 17, 16 ആമേൻ. 13, 12, 11, 10 തിരിച്ചു പഠിക്കണം. പഠിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഒഴുക്കാ കേട്ടോ. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ തെളിയിച്ചു കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന പലരും വിട്ടുപോകും. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക്. ഇന്നലകളിൽ നിന്റെ കൂടെ തോളിൽ കൈയിട്ടിരുന്നവരും ഒരു പ്ലേറ്റിൽ കഴിച്ചവരും ഒരേ സ്വരത്തിൽ സംസാരിച്ചവരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അവർക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയത്തില്ല, അവർക്ക് നിന്നോട് ഇരിക്കാൻ കഴിയത്തില്ല, അവർക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയത്തില്ല. നീ അവിടെ ഒറ്റപ്പെട്ടു പോകും. അവരുടെ ഗ്രൂപ്പിൽ നിന്നെ കൂട്ടത്തില്ല. നീ തനിയെ നടക്കേണ്ടി വരും. പരിശുദ്ധാത്മാവ് നിന്നെ തനിയെ നടത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് എവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാലും യേശു കർത്താവ് തനിയെ പ്രാർത്ഥിച്ചു. ഗദസമന സാക്ഷ്യമാണ്. കതിരു ചെടികൾ സാക്ഷ്യമാണ്. ഇന്ന് രാത്രിയിൽ ഒലിവ് മരങ്ങൾ സാക്ഷ്യമാണ്, മുന്തിരികൾ സാക്ഷിയാണ്. ഈ രാത്രി ഗദസമന തോട്ടം, ആ തോട്ടം സാക്ഷിയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ആമേൻ പ്രൈസ് ദി, വിശർപ്പ് തുള്ളികൾ, കണ്ണുനീർ തുള്ളികൾ രക്തത്തുള്ളിയായി നിലം പതിച്ചു സാക്ഷ്യമായി നിൽപ്പുണ്ട്. കർത്താവിനോട് കൂടെ ഒരു നേരം പോലും, ഒരു മണിക്കൂർ പോലും ഒരു വ്യക്തിക്ക് പോലും ഇരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാവീരന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർക്കാർക്കും കഴിയാതിരിക്കുമ്പോഴും പ്രാർത്ഥനാ സമയത്ത് നീ ഒറ്റപ്പെടും. നിന്റെ കൂടെ ആർക്കും ഒരു പ്രാർത്ഥന സപ്പോർട്ട് കിട്ടാതിരിക്കും. അതാ ദൈവം നിന്നോട് കൂടെ ഉള്ളവൻ. അതുകൊണ്ട് എന്നോട് ആരും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട കേട്ടോ. നിന്നെല്ലാ ഭാഗത്തും ഒറ്റപ്പെടുത്തും, നിന്നെല്ലാ ഭാഗത്തും മാറ്റി നിർത്തും. എവിടെയൊക്കെ നിന്നെ പരിഹസിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നിന്നെ പരിഹസിക്കുമെന്നേ. അവിടെയെല്ലാം നീ ധൈര്യം പ്രാപിക്കണം, അവിടെയെല്ലാം നീ ധൈര്യം സമ്പാദിക്കണം. ആമേൻ. മടങ്ങി വരാം. 21ാമത്തെ അധ്യായത്തിന്റെ 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കാം. 21:6 പടകിന്റെ വലത്തുഭാഗത്ത് വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. എങ്ങനെയാണ്? വലത്തുഭാഗത്ത് നീ അവിടെ വീശുമ്പോൾ തന്നെ കർത്താവ് മീനിനെല്ലാം അവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. എല്ലാ മീനിനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുക കർത്താവ്. 1, 2 മീനൊന്നും അല്ല കേട്ടോ. എത്ര മീനെന്ന് അറിയണ്ടേ? 153 ഏറ്റവും വലിയ മീനുകളാണ്. 153 വലിയ പെരുത്ത മീനുകളാണ്. ഇതുവരയ്ക്കും ഒരു മനുഷ്യനും കാണാൻ കഴിയാത്ത
കടലിൽ നല്ല അഭ്യാസം നടത്തുന്ന പത്രോസിന് പോലും ആമേ കാണാൻ കഴിയാത്ത, ആമേൻ, ഒരു വ്യക്തിക്ക് പോലും അറിയാൻ കഴിയാത്ത, അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലും ഒരു മീന് പോലും നല്ലത് കഴിക്കാൻ കഴിയാതെ പല രാജാക്കന്മാരും ആമേൻ പ്രാണനെ വിട്ടെങ്കിലും, നോക്കൂ, യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത രാത്രി ചിന്തിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പ്രത്യക്ഷതയ്ക്ക് ആമേൻ അതിൻ്റെതായ മഹത്വം വെളിപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. ഓരോ പ്രത്യക്ഷതയ്ക്കും ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ ഈ ഒന്നാമത്തെ പ്രത്യക്ഷതയ്ക്ക് ഇന്ന് രാത്രി 1000 ചിന്തകളും ആലോചനകളും പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ച ദൈവജനത്തിന് കൈമാറുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ചിന്തിക്കൂ, ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി ഈ തിബരിയാസ് എന്ന കടക്കരയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഗലീല എന്ന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ, ഈ പട്ടണത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ച് യേശു കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഈ രാത്രി നിന്റെ കുടുംബത്തിലേക്ക് ശൂന്യമായിരിക്കുന്ന നിറയാനിരിക്കുന്ന സകലത്തെയും നിറയ്ക്കാൻ ഇന്ന് രാത്രി കർത്താവ് നടന്നു കയറുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ രാത്രി ഒരു ദൂത് പറഞ്ഞു മാറാം. നിയോഗത്തോടെ ഒരഭിഷത്തിനൊരു ആലയത്തിൽ ചവിട്ടിയാൽ ആലയത്തിന് മുഖച്ഛായ മാറും. നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് നിറവോടെ നിന്റെ കുടുംബത്തിനകത്തൊരു അഭിഷത്തൻ ചവിട്ടിയാൽ ആമേൻ, ആ ഒഴിഞ്ഞിരിക്കുന്ന പാനയെല്ലാം നിറയും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഭവങ്ങൾ പറഞ്ഞു പോകുവാൻ അല്ല നിൽക്കുന്നത്. ഈ രാത്രി പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോൾ ഒരു ദൂത് പറഞ്ഞു മാറുകയാണ്. ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക. വായിക്കാം 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യം വായിച്ച്. യേശുവിനോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. നോക്കിക്കേ, യേശു പറയുക, യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ചിലത്, ഇപ്പോൾ പിടിച്ചത്. നമുക്ക് ഡിസംബർ 31 അല്ല നമ്മുടെ വർഷം, ആണോ? ദൈവവൈതലിന്റെ വർഷം, അഭിഷേകം പ്രാപിച്ചവന്റെ വർഷം ഡിസംബർ 31 ആണോ? അങ്ങനെ വിശ്വസിക്കുന്ന ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഡിസംബർ 31 ആണോ നമ്മുടെ വാഴ്ത്തത്തെ വർഷം? പാസ് എന്താ പറഞ്ഞിങ്ങനെ ഡിസംബർ 31 വാഴ്ത്ത വർഷം അല്ല. രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ഓരോ ദിവസവും സൂര്യ അസ്തമിച്ചു കഴിയുന്ന മുമ്പേ വാഴ്ത്തത്തം പ്രാപിച്ചോളണം. ഓരോ മാസം, ഒരു മാസമാണ് നമ്മുടെ വാഴ്ത്തത്ത മാസം. ഓരോ മാസവും 31, 28, 27, 25 അല്ലെങ്കിൽ 30 ദിവസം കഴിയും മുമ്പേ ആ മാസമുള്ളത് നീ പ്രാപിച്ചു വേണം മാറുമാസത്തിലേക്ക് കാൽ വയ്ക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഡിസംബർ 31 വരെ നോക്കിയിരിക്കണ്ട. ഡിസംബർ 31 വരെ നോക്കിയിരിക്കണ്ട. അത് അധ്യയന വർഷത്തിൽ തുടക്കം കുറിക്കുന്ന വർഷമാണ്. നോക്കിയിരിക്കണ്ട. അന്ന് വലിയ സാക്ഷ്യവുമായി നിൽക്കണ്ട. അന്ന് വലിയ ലിസ്റ്റുമായി തയ്യാറാക്കണ്ട. ഓരോ ദിവസവും പൗലോസ് പറഞ്ഞു, ഓരോ ദിവസവും ആമേ ദൈവത്തോട് സാക്ഷ്യം പറയാൻ ഒരുങ്ങി നിൽക്കുക. ആ വാഴ്ത്തത്തം പ്രാപിച്ച് നിരത്തി വെപ്പാൻ ഒരുങ്ങി നിൽക്കാൻ ഇന്ന് രാത്രി തയ്യാറാകുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അല്ലാതെ 365 ദിവസത്തിനകത്ത് വന്ന് ഒരു സാക്ഷ്യം പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഇസ്രായേൽ ജനത്തിന് അന്നന്ന് മന്ന കൊടുപ്പാൻ ദൈവം തയ്യാറായത് എങ്ങനെയെന്നറിയാമോ? എന്താ പറഞ്ഞത്? ആമേ, ഇന്ന് പ്രാപിക്കേണ്ടത് ഇന്ന് ദൈവസ്ഥലിൽ നീ മുഴങ്കാൽ മടക്ക്. ഇന്നത്തെ മന്ന മാത്രം നീ ഇന്ന് പ്രാപിക്കണം. നാളത്തേക്കുള്ളത് നീ കരുതി വയ്ക്കരുത്, അത് പുഴുത്തുപോകും. എന്നാ ചിലര്, ആമേൻ, സ്തോത്രം, ചിലര് ഒന്ന് ഏറെ പറക്കുവാനിടയായി. ഏറെ പറക്കി വെച്ചതെല്ലാം ചീത്തയായിപ്പോയി. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എണീറ്റിരുന്ന് അന്ന് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, അന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി
ആമേ വിശ്രമിച്ച് രാവിലെ എണീറ്റിരുന്ന് രാത്രി ഉറക്കം കൊടുക്കാത്ത രാത്രികളാക്കി, രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറായിരിക്കുന്ന ദൈവമൈതലേ, അടുത്തൊരു ലോക്ക്ഡൗൺ വലിയ വേഗതയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ചെറുക്കാൻ നിന്റെയും എന്റെയും പ്രാർത്ഥന അത്യാവശ്യമാണ്. ഇനി ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി നൂന്നു വരുന്നവരെല്ലാം ഈ ഭൂപരപ്പിൽ തച്ചുടഞ്ഞു പോകും. അതിന്റെ മൂർധന്യാവസ്ഥ ശീഘ്രത്തിൽ കാറ്റ് എന്ന രീതിയിൽ പല നിലയിൽ കൂടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പനിയായും ചുമയായും, ആമേൻ, വൊമിറ്റിംഗ് ആയും, ലൂസ് മോഷനായും, തലവേദനയായും, ജലദോഷമായും പല നിലയിൽ മനുഷ്യനെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മെഡിസിനും കടിച്ചു ഭേദമാൻ കഴിയാതിരുന്ന് അതിന്റെ മൂർധന്യാവസ്ഥ ഒരാഴ്ചയാണോ 10 ദിവസമാണോ അല്ലാതെ ഇതൊന്നും മാറിപ്പോകാത്ത തലത്തിൽ അന്തരീക്ഷം വരെ വഷളായി തുടങ്ങി. കാരണം വചനം പറയുന്നു, കർത്താവിന്റെ വരവ് ഏറെക്കുറെ പ്രത്യക്ഷമാകാൻ സമയമായി. അതുകൊണ്ട് ഈ നാളുകളിൽ രാത്രിയാമങ്ങൾ ഉറക്കം കൊടുക്കാതെ പ്രത്യക്ഷതയ്ക്കായി പ്രാർത്ഥിക്കാൻ, ഈ കാലഘട്ടങ്ങളിൽ ദൈവജനം ഒരുങ്ങാൻ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഞാൻ ഇരുന്ന് പ്രസംഗിക്കുമ്പോഴേ ഇവിടെ പലരും ഉറങ്ങുകയാണ്. ഞാൻ ഇരിക്കുന്ന ദേശം മൊത്തം ഉറക്കമായിപ്പോ. എങ്കിലും ഒരാൾ പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഈ ശബ്ദം കേട്ട് പലരും ഉറങ്ങുക. കാരണം ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ 2 മണിയാവും. അപ്പോഴവർ ജോലിക്ക് പോകും. സ്തോത്രം. 12 മണിയാകുമ്പോഴേ വണ്ടിയിൽ പോകുന്നവരാ ഇപ്പോഴേ ഉറക്കമാണ്. ഇത്ര ശക്തമായും ഈ മൈക്കിൽ കൂടെ ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ ശ്രദ്ധിക്ക്, ഈ രാത്രി ഞാൻ പറയും ദൈവശബ്ദമാ. ഒരു ദിവസം കേട്ടില്ലെങ്കിൽ ചിലർ ചോദിക്കും, എന്താ ഇന്ന് അവിടെ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നോ? സ്തോത്രം. ഏകദേശം 40 വീട് ചുറ്റുപാടും ഇരിപ്പുണ്ട്. ആമേൻ. അതിന്റെ മധ്യത്തിൽ ഞാൻ ഇരിക്കുന്നത്. ഈ രാത്രി നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്തുനിന്ന് സ്തോത്രം പോലും പുറത്തു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല പാസ്റ്ററെ. ഞാൻ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു സ്തോത്രം പോലും പുറത്തു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല പാസ്റ്ററെ. അങ്ങനെ പിശാചി തോക്കണ്ട. അല്ലേ? ശരിയല്ലേ? വന്ന് എങ്ങനെ വന്ന് പറയുന്നത്? പാസ്റ്ററെ, നിങ്ങളിരിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു സ്തോത്രം പോലും പുറത്ത് വീട്ടിന്റെ ചുമര് വിട്ട് പോകത്തില്ല എന്ന് പാസ്റ്റർ തീരുമാനം എടുത്താൽ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഒഴിഞ്ഞത് അതേപോലെ ഇരിക്കും. തക്ക സമയത്ത് വഴി തുറക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ വാ വിസ്താരം തുറക്കാം. പലതും ഇന്ന് രാത്രി പൊട്ടി പുറത്തു വരണമെങ്കിൽ ഒച്ച പുറത്തു വരട്ടെ, വൃക്ഷങ്ങൾ കേൾക്കട്ടെ. കായ്ഫലമില്ലാതെ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഒന്ന് കുലുങ്ങട്ടെ. സ്തോത്രയാഗം അർപ്പിക്ക്. ഒരു റോസാച്ചെടി ഫ്രണ്ടിൽ കൊണ്ട് നട്ടിട്ട് നാളുകളായി. വാങ്ങിച്ചപ്പോൾ 2 പൂ ഉണ്ടായിരുന്നു, പിന്നെ അതിൽ പൂ വരുന്നില്ല. ഒരാൾ പറഞ്ഞു മുട്ടയുടെ തോട് കൊണ്ട് കമത്തി വെച്ചാൽ പൂ വരുമെന്ന്. പിന്നെ മുട്ടയുടെ തോടിനകത്തല്ലേ പൂ ഇരിക്കുന്നത്. ഒരാൾ പറഞ്ഞു ഉലുവ ഒന്ന് വെള്ളത്തിയിട്ട് കുതിർത്ത് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കൊല മുന്തിരിങ്ങ വരും പോലെ പൂ വരുമെന്ന്. പിന്നെ ഉലുവയിലല്ലേ റോസാപ്പൂ ഇരിക്കുന്നത്. അതിന്റെ പ്രാർത്ഥന ഉയരട്ടെ. ഫലപുഷ്ടി ഇല്ലാതെ കിടക്കുന്ന സ്ഥലം ഫലപുഷ്ടിയായി പുറത്തു വരണമെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം, ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് 4 നദികൾ പുറപ്പെട്ട് ഒരു നദി നിന്റെ വീട്ടിന്റെ വാതിക്കൽ കൂടെ ഒഴുകാൻ വേണ്ടിയല്ല, നിന്റെ വീട്ടിനകത്തുകൂടെ ഒഴുകണം. പറമ്പ് മൊത്തം നനയണം, നീർച്ചാലുകളായി ഒഴുകണം. ആമേൻ. അതിനകത്ത് സ്വതന്ത്രം ഗുലുഗുലവും മോദകവും സ്വർണവും പൊന്നും സകലത്തെയും ഉളവാക്കുന്ന ഒരു നദി നിന്റെ കുടുംബത്തിൽ കൂടെ ഇന്ന് രാത്രി ഒഴുകട്ടെ. അതിനു വേണ്ടി വായ തുറക്കാൻ ഇന്ന് രാത്രി ശക്തമായി മുമ്പിലോട്ട് വരട്ടെ. സ്തോത്രം. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന
മുഴങ്ങട്ടെ. ഒരു ദിവസം എന്നോട് ഇങ്ങനെ നിരീക്ഷകർ പറഞ്ഞു, പാസ്റ്റേ, ഒരാൾ ചോദിച്ചു, അവിടെ ആരാധനയാണോ? ഇവിടെയും ആരാധന, അവിടെയും ആരാധനയാണോ? അതെ, ആമേൻ, സ്തോത്രം. അത് നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങണം. ആമേൻ, പരിധിയില്ലാത്ത നിയോഗത്തോടെ നിങ്ങൾ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ ചില പോരുകൾ അഴിയും. നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ചില ചെറുത്തു വച്ചിരിക്കുന്ന ചില ചിറകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി പൊട്ടിച്ച് അതിനപ്പുറം കടക്കാൻ നിന്റെ കാലുകൾക്ക് വേഗത കൂട്ടുന്ന, നിന്റെ കണ്ണുകൾക്ക് വേഗത കൂട്ടുന്ന, നിന്റെ ചെവികൾക്ക് വേഗത കൂട്ടുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പാടണം കേട്ടോ. വാഴ്ത്തത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. ഇന്ന് രാത്രി ആ പാട്ടുകാരനോട് ചേർന്ന് നിനക്ക് പാടാൻ കഴിയുമോ? വാഴ്ത്തത്തം എൻ്റെ നിക്ഷേപമാണ്. അവൻ എന്നോട് വാക്കു പറഞ്ഞു. എപ്പോഴെന്ന് അറിയാൻ പറഞ്ഞത്? ഞാൻ സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞതല്ല, ഞാൻ സ്നാനപ്പെടാതിരുന്നപ്പോൾ പറഞ്ഞതല്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപ് ഈ രമ്യാവ് പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുൻപ് സകല വാഴ്ത്തത്തങ്ങളും നിനക്ക് ഞാൻ തന്നിട്ടുണ്ടടാ. നീ പ്രാർത്ഥിച്ചെടുത്തോ. നീ ഇന്ന് രാത്രി ആരാ ജയമെടുക്കുമോ? വാഴ്ത്തത്വം ഞങ്ങളുടെ എൻ്റെ നിക്ഷേപമാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറത്തില്ല. പാമേ, ഇന്ന് രാത്രി പറയാൻ കഴിയുമോ? എത്ര പേർക്ക് വാ തുറന്ന് പറയാൻ കഴിയും? എൻ്റെ തലമുറയ്ക്കുള്ള വാഴ്ത്തത്വം, എനിക്ക് പറഞ്ഞ വാഴ്ത്തത്വം, എൻ്റെ പിതാവിന് പറഞ്ഞ വാഴ്ത്തത്വം, എൻ്റെ മാതാവിന് പറഞ്ഞ വാഴ്ത്തത്വം, എൻ്റെ ഭാര്യയോട് പറഞ്ഞ വാഴ്ത്തത്വം, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാഴ്ത്തത്വം, എൻ്റെ കുടുംബത്തെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, എൻ്റെ ചർച്ചിനെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, എൻ്റെ ദേശത്തിലെ വ്യക്തിയെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, ലിറ്റയെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, ലിൻഡി നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, തങ്കമ്മേന്റെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, ചക്കോസാറിനെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, ദിനീശ്വരനെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, സെലിസസ് നോക്കി പറഞ്ഞ വാഴ്ത്തത്വം, പ്രൊഫസസ് നോക്കി പറഞ്ഞ വാഴ്ത്തത്വം. പറ, എന്നോട് പറഞ്ഞ വാഴ്ത്തത്വം, ഓവർസിസ്റ്റോട് പറഞ്ഞ വാഴ്ത്തത്വം. പറ, എന്നോട് പറഞ്ഞ വാഴ്ത്തത്വം, മിനിസിസ്റ്റോട് പറഞ്ഞ വാഴ്ത്തത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിവർത്തിപ്പാൻ ഇന്ന് രാത്രി ദൈവം വന്നിട്ടുണ്ട്. വാഴ്ത്തത്വം പറഞ്ഞവൻ മാറത്തില്ല. തരും. പറഞ്ഞോ, പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ആർക്കും അതിനെ തടയാൻ കഴിയില്ലപ്പാ. ആർക്കും തടയാൻ കഴിയില്ല. ഒരുത്തരും തടയാൻ കഴിയില്ല. ആമേ, സ്തോത്ര. നീ ഒരുങ്ങാതെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ആരെങ്കിലും ആമേ വാഴ്ത്തതും തരുമോ? ഇല്ല. നീ ആഹാരം കഴിക്കാതിരുന്ന ആരെങ്കിലും തരുമോ? ഇല്ല. നല്ല വസ്ത്രം ധരിക്കാതിരുന്ന ആരെങ്കിലും തരുമോ? ഇല്ല. കരഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും തരുമോ? ഇല്ല. എപ്പോഴും സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ആവോളം സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. കരയുന്ന സമയത്ത് തിരിച്ചോട് നടക്കുക. സങ്കടം വരുമ്പോഴും ആമേ സന്തോഷം ആമേ അനുഭവിച്ചു മുന്നോട്ട് പോ. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരും നടത്തുവാൻ അവൻ ശക്തൻ. കരയേണ്ട സമയത്തും മാറത്തടിക്കേണ്ട സമയത്തും പൊട്ടിക്കരയേണ്ട സമയത്തും കണ്ണീർ അമർത്തി വച്ച് പറ, ഒന്നുമില്ലായ്മയിലും എന്നെ എല്ലാം ഉള്ളവളെ പോലെ നടത്തുന്ന ദൈവം ഇന്ന് രാത്രിയിലും എന്നോട് കൂടെയുണ്ട്, എന്റെ കുടുംബത്തോട് കൂടെയുണ്ട്, എന്റെ ഉപജീവനത്തോട് കൂടെയുണ്ട്, എന്റെ വാഹനയാത്രയോട് കൂടെയുണ്ട്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെയുണ്ട്. പറ. ഈ രാത്രി തിബിരിയാസിന്റെ സ്ഥിതിയെ മാറ്റി എഴുതിയ ഒരു ദൈവം. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ 36ാമത്തെ അത്ഭുതത്തെ ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. 6ാമത്തെ അധ്യായം യോഹന്നാൻ 6:1, ആമേൻ, 21:14, ഹല്ലേലൂയ, 11:16, 2:1, ആമേൻ, 1 ശമൂവേൽ 19:24, യെശയ്യാവ് 20:2, മീഖ 1:8, യോഹന്നാൻ 21:18, ആമേൻ, സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 10:41, ഹല്ലേലൂയ, യോഹന്നാൻ 21:1, 20:19 മുതൽ 26 വരെയും നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ വന്ന് നിൽപ്പുണ്ട് നിന്റെ വീട്ടിൻ്റെ മുറ്റത്ത്. ഹല്ലേലൂയ. അവൻ്റെ പേരാണ് യേശു. ചരിത്രയേടുകളെ ഇന്ന് രാത്രി മുദ്രകളെ പൊട്ടിക്കാൻ ഒരു മനുഷ്യൻ വന്ന് നിൽപ്പുണ്ട്. ഈ പകലിൽ ചിന്തിക്ക, ചില മുദ്രകൾ പൊട്ടുകയാ. നിന്നെ മുദ്രയിട്ട നിന്റെ മുദ്രകളെ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. ദൈവ പൈതലേ,
അവൻ അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രിയിൽ സാധ്യമാക്കുന്ന ദൈവശക്തി ചില കുടുംബത്തിലേക്ക് ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത്? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവം സങ്കടത്തെ അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അറിയാത്തവനല്ല കേട്ടോ, അറിയുന്ന ഒരു ദൈവം. സങ്കടങ്ങൾ, ഹല്ലേലൂയ, സങ്കടമാകുന്ന ചെങ്കടൽ നിന്നെ താഴ്ത്തുമ്പോൾ അതിനകത്തു നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന ഒരു കരം. താണു പോയാൽ നിന്നെ ഒരിക്കലും താഴ്ത്തിക്കളയാൻ വേണ്ടിയല്ല കേട്ടോ. പ്രീതിപ്പെടുത്തും ശത്രു. അവൻ നിന്നെ പരാജയപ്പെടുത്തും, നിന്നെ പേടിപ്പിക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ മാറ്റി നിർത്തും, നിന്നെ കളിയാക്കും. അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ നിന്നെ പരിഹസിക്കും. പേടിക്കണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കഷ്ടത വരുമ്പോൾ ആരൊക്കെ നിന്റെ കൂടെ കാണും? അതാ നിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. നിനക്കൊരു വേദന വരുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കാൻ ആര് കാണും? അതാ നിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. ഒരു തെറ്റ് കാണുമ്പോൾ നിന്നെ ശാസിക്കുന്നില്ലേ? അവനാ യഥാർത്ഥ സ്നേഹിതൻ. ഒരു പ്രയാസം വരുമ്പോൾ ചേർത്ത് നിർത്തിയിട്ട് കൂടെ ഉണ്ടെന്ന് പറയുന്നില്ലേ? അവിടെയാ. തീർന്നെന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല ചാക്കോ സാറേ, ഞാൻ കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കാം, ഭാരപ്പെടണ്ട. ഇല്ല ജോബി, നിനക്കൊന്നും സംഭവിക്കില്ല, നിന്റെ ഏത് വിഷയത്തിൽ ഞാൻ കൂടെ ഉണ്ട്. അതുവരെയുള്ള ടെൻഷൻ അങ്ങ് മാറും. ഇല്ല സാന്റി സിസ്റ്ററെ, പ്രാർത്ഥിക്കാം, പ്രശ്നമില്ലെന്നേ. ഇതെന്താ വിഷയം? പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. ഇല്ല ഓമന സിസ്റ്ററെ, ഞങ്ങൾ കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഇല്ല സുബിനെ, നിന്റെ വിഷയത്തിൽ നീ ഭാരപ്പെടണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇങ്ങനെ പറയാൻ ഒരാളുണ്ടെങ്കിലേ അവിടെയാണ് സങ്കീർത്തനം പറയുന്നത്, നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ദൈവം എന്ത് ചെയ്യും? ഉയർത്തും. അടുത്ത വാക്യം, പുതിയ എണ്ണ കൊണ്ട് നിന്നെ എന്ത് ചെയ്യും? തേക്കും. പുതിയ എണ്ണ കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും. നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ നിന്നെ തേപ്പിക്കും. നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇല്ല ദിനേശ് ബ്രദറെ, പ്രാർത്ഥിക്കാന്ന്. ഇല്ല റിജു, പ്രാർത്ഥിച്ചോളാം, ഭാരപ്പെടണെന്തിനാ? പ്രാർത്ഥിക്കാം. ഇല്ല പ്രൊഫസറെ, ഇതിനേക്കാൾ വലിയ വിഷയങ്ങളൊന്നില്ലേ, പ്രാർത്ഥിക്കാന്നേ. ഇങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ടോ? പറയാൻ ആരുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ പോരാ, പ്രാർത്ഥിച്ച റിസൾട്ട് നിങ്ങൾ അറിയണം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഭംഗിവാക്കി പോകയല്ല, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് നിങ്ങൾ അറിയണം. അദ്ദേഹം മുട്ടുമടക്കി അതിന്റെ റിസൾട്ട് ഞാൻ അറിയുന്നു. ഇല്ല ലിറ്റി അല്ലേ, അങ്ങനെയല്ലേ ലിൻഡ അല്ലേ? പ്രാർത്ഥിക്കാമെന്ന് ഭംഗിവാക്കി പറയല്ല, പ്രാർത്ഥിക്കാം. ഇല്ലേ തങ്കമേന്റി? പ്രാർത്ഥിക്കാന്നേ. അതിനപ്പുറം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ചൂണ്ടയെടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകരുത്. അവിടെ ഇരിക്കണം. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് കറങ്ങാനല്ല പറഞ്ഞു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നീ മലിയരുത്. അതുകൊണ്ടാണ് ഇന്നൊരാൾ സിസ്റ്ററായിട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ഉഴപ്പിക്കളയരുത്. പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി താങ്ങാൻ, പ്രാർത്ഥനയിൽ താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ ഒഴിഞ്ഞ പടകനെ നിറയ്ക്കാൻ യേശു കർത്താവ് അടുത്തു വന്നിരിക്കുക. 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നു. 12-ാമത്തെ വാക്യം വായിക്കാം. 12-ാമത്തെ വാക്യം വായിക്കാം. 13-ാമത്തെ വാക്യം വായിക്കാം. 14-ാമത്തെ വാക്യം വായിക്കാം. വായിച്ചാട്ടെ. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിയില്ല.
യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ ആമേൻ സ്തോത്രം 3-ാം പ്രാവശ്യവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. സ്തോത്രം. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്ന ദൈവമല്ല ഇത്. ചിലപ്പോഴും നമ്മൾ പറയും വരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് അസുഖമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മാറുന്നതല്ലാതെ കർത്താവ് കൂടെ വരാമെന്ന് ഒരു കാര്യം പറയട്ടെ, വരില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ഹോബയായ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ വരുന്നില്ല, നീ വയ്ക്കോ. വരില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ മുഴങ്കാൽ മടക്കിയപ്പോൾ, മരുഭൂമിയിൽ മുഴങ്കാൽ മടക്കി ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ വരില്ല എന്ന് പറഞ്ഞ ദൈവം, ഞാൻ കൂടെ വരാം. ഇന്ന് രാത്രി കടൽക്കരയിലെ മണൽത്തരിവ് ഒന്നുപോലും കാണാൻ കഴിയാതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനത്തെ നോക്കി മോശ പറഞ്ഞു, എനിക്കൊറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, അസാധ്യമാണ്. പിന്നാലെ വരുന്ന ഏകദേശം 1000-ഓളം കുതിരപ്പടകളും 10,000-ഓളം ഇരുമ്പ് രഥങ്ങളും ഏകദേശം 400-ഓളം രഥങ്ങളും സ്തോത്രം 1000 സേവകരുമായി യുദ്ധസന്നദ്ധ വ്യക്തികൾ പറന്നു വരുമ്പോൾ ഇവരെ എനിക്ക് അങ്ങ് അപ്പുറത്ത് മറുകര കൊണ്ടുപോകണമെങ്കിൽ അസാധ്യമായ കാര്യമാണ്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മോശ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ മോശയുടെ മുൻപിൽ ദൈവം മുട്ടുമടക്കി. നിന്റെ മുമ്പിൽ കർത്താവ് മുട്ടുമടക്കണം. പറ്റുമോ? ആമേൻ. മോശയുടെ മുമ്പിൽ ദൈവം പറഞ്ഞെന്താ? മോശ എന്താ പറഞ്ഞറിയാമോ? ഇന്ന് രാത്രി ദൂത് പറഞ്ഞ് മാറാൻ പോകുക. മോശ എന്താ പറഞ്ഞത്? ആദ്യം എന്നെ കൊല്ല്, ആദ്യം നീ എന്നെ കൊന്ന് നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരിനെ മാറ്റി കളഞ്ഞിട്ട് ഈ താഴ്വരയിൽ നിൽക്കുന്ന 30 ലക്ഷം ജനത്തെ നീ കൊല്ല്. അതാണ് പുരോഹിതൻ, അതാണ് ഇടിവി നിൽക്കുന്നവൻ. ഇന്ന് രാത്രി ആമേൻ ഇടിവി നിന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 9 പറയുന്നു, മരണം അവനെ വിട്ടു ഓടും. മരണത്തിന് നേരെ ഇടിവിൽ ഒരു പുരോഹിതൻ നിന്നു കഴിഞ്ഞാൽ, ഇടിവിൽ ഒരു സുവിശേഷകൻ നിന്നു കഴിഞ്ഞാൽ, മരിപ്പാൻ അല്ലെങ്കിൽ കൊല്ലാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ, രോഗമാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, പോരുകളാകട്ടെ, എന്ത് വെല്ലുവിളിയാകട്ടെ, മരണത്തെ വരെ മാറ്റാൻ ഒരു വ്യക്തിക്ക് പ്രാർത്ഥന കൊണ്ട് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഒരു വാക്ക് പറഞ്ഞ് ദൂത് പറഞ്ഞ് മാറുകയാ. നിന്നെ തകർക്കാൻ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. പിന്നിൽ പ്രാർത്ഥനയുടെ ശക്തി. ആമേൻ.